പാവപ്പെട്ട യതീം കുട്ടികൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുന്ന നല്ല മനോഹരമായ കെട്ടിടവും ലൈറ്റും ഒക്കെ കാണുമ്പോ എത്ര എളുപ്പമാണെന്ന് ആരും കരുതിപ്പോകണ്ട. എത്ര ദിവസം എത്ര സ്ഥലത്ത് പോയി ഇങ്ങനെ തവച്ചിരിക്കണം ഇതൊക്കെ കിട്ടണമെങ്കിലെന്ന് നിങ്ങൾ അറിയോ. അതുകൊണ്ട് എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ഇനിയും അങ്ങേയറ്റം ഉത്സാഹിക്കുകയും. സ്വാഗത പ്രസംഗം ചെയ്യുമ്പോ ആയത്ത് ഹദീസ് ഓതാറില്ല. എന്നാൽ ഇവിടെ ഒരു ഹദീസ് സ്വാഗത പ്രാസംഗികനെ ഓതിയത് വളരെ അർത്ഥവത്തായ വിഷയമാണ്. അൽ മദീന എന്ന് ഈ സ്ഥാപനത്തിന് പേര് വെച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അൽ മദീന അൽ മുനവ്വറ, ആ മദീന മുനവ്വറയെ അനുസ്മരിച്ചുകൊണ്ടാണ്, ഇത് പഠിപ്പിക്കാനാണ് സ്വാഗത പ്രസംഗത്തിൽ ഒരു ഹദീസ് ഓതിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീനതി കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന മുനവ്വറയിലേക്ക് ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയം എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാ മദീനയിൽ പോകണം, മദീനയിൽ പോകണം, മദീനയിലെത്തണം എന്ന് ചിന്തിക്കുന്നവരാണ് കേട്ടോ. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുന്ന, ആ മദീന മുനവ്വറയെ ഓർക്കുന്ന, അനുസ്മരിപ്പിക്കുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന മദീന, അൽ മദീന, അതാണ് നമ്മുടെ സ്ഥാപനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വളർത്തി തരുമാറാകട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിനും ബഞ്ഞനാടി ഉസ്താദിനും നമുക്കെല്ലാവർക്കും താജുൽ ഉലമക്കും അല്ലാഹു ദീർഘ ആയുസ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ് ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനേ.